കേരളക്കാർക്ക് നഫീസ ബീവിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മക്കയിൽ ജനിച്ച നഫീസ ബീവി പിന്നീട് ഈജിപ്തിലേക്ക് എത്തുകയായിരുന്നു. ഈജിപ്തിലെത്തിയപ്പോൾ അവിടുത്തെ ആളുകൾ വലിയ സന്തോഷത്തോടുകൂടിയാണ് നഫീസ ബീവിയെ സ്വീകരിച്ചത്. അവിടുന്ന് ബർക്കത്ത് വാങ്ങാനും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനും ജനങ്ങൾ തടിച്ചുകൂടി. പിന്നീട് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറം ജനങ്ങളായി. തന്റെ ഇബാദത്തിനെ ബാധിക്കുന്നു എന്ന ആശങ്ക നഫീസ ബീവിക്ക് വന്നു. തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവാമെന്ന് തീരുമാനിച്ചു. ആളുകൾക്ക് സങ്കടമായി, ബേജാറായി. അന്നത്തെ രാജാവിനോട് കാര്യം പറഞ്ഞു. രാജാവ് പറഞ്ഞു പോകരുത് എന്ന്. നഫീസ ബീവി പറഞ്ഞു, എന്റെ ഇബാദത്തിനെ ബാധിക്കുന്നു. മാത്രവുമല്ല എത്രയും ആളുകൾക്ക് സൗകര്യം എന്റെ ഈ ചെറിയ വീട്ടിലില്ല. രാജാവ് സ്ഥലം കൊടുത്തു, വീടും കൊടുത്തു. ആഴ്ചയിൽ 2 ദിവസം ആളുകൾക്ക് കാണാനുള്ള സൗകര്യവുമാക്കി. ബാക്കി ദിവസം മുഴുവൻ ഇബാദത്തും. ആ സ്ഥലത്ത് നഫീസ ബീവി ഒരു ഖബർ കുഴിച്ചു. അതിലിരുന്ന് ആരാധനകൾ നിർവഹിച്ചു. പിന്നീട് ആ ഖബറിൽ തന്നെയാണ് നഫീസ ബീവിയെ മറവ് ചെയ്തത്. വഫാത്തിന് ശേഷം നഫീസ ബീവിയെ മറവ് ചെയ്യുന്നത് മക്കയിലേക്കാവണമെന്ന് ഭർത്താവ് ആഗ്രഹിച്ചു. പക്ഷേ ഈജിപ്തുകാർക്ക് അതിന് മനസ്സില്ലായിരുന്നു. ഇവിടെ തന്നെ നഫീസ ബീവിയെ മറവ്